പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴുത്ത മാങ്ങ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിന്നൊരു പഴുത്ത മാങ്ങ കറി ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ ഒരു 4 പഴുത്ത മാങ്ങ എടുക്കുന്നുണ്ട്. നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിയെടുത്ത് നല്ല ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പഴുത്ത മാങ്ങയൊക്കെ നന്നായി ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. 2-3 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച ശേഷം നമുക്ക് നന്നായി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇവിടെ നമ്മുടെ മാങ്ങയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. തിളയ്ക്കുന്ന മാങ്ങയിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പിൻ്റെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. സൂപ്പർ ടേസ്റ്റിലുള്ള പഴുത്ത മാങ്ങ കറിയുടെ റെസിപ്പിയാണ് നമ്മളിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആണല്ലോ. പഴുത്ത മാങ്ങ കിട്ടുമ്പോൾ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇവിടെ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. നമ്മുടെ പഴുത്ത മാങ്ങ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്ത് താളിച്ചു കൊടുക്കാം. അതിനായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ പഴുത്ത മാങ്ങ കറിയിലേക്ക് ഒന്ന് താളിച്ചു കൊടുക്കാം. അടുത്ത ഒരു ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് കാണും വരേക്കും താങ്ക് യു.